റോസാപ്പൂവാണ്. റോസാപ്പൂ നമുക്കിപ്പോൾ ഇവിടെ 2 റോസാപ്പൂ പറിച്ചെടുക്കാം. നമ്മുടെ മുറ്റത്ത് തന്നെയുള്ള റോസാപ്പൂവാണ്. നമുക്ക് 2 പറിച്ചെടുക്കാം. പിന്നെ വേണ്ടുന്നത് ചുവന്ന തുളസിയുടെ ഇലയാണ്. അത് നമ്മുടെ മുറ്റത്തുനിന്ന് നമുക്ക് പറിച്ചെടുക്കാം. ഒരു 4 പറിച്ചെടുത്തിട്ടുണ്ട്. റോസാപ്പൂവും തുളസിയിലയും നമ്മൾ കൊണ്ടുവച്ച് ഒരു ചെറിയ നനവുണ്ട്. അപ്പോൾ അതിൻ്റെ പെറ്റൽസ് ഒന്ന് ചെറുതായിട്ടൊന്ന് ഉണക്കിയെടുക്കണം. മഴയായതുകൊണ്ട് റോസായുടെ പെറ്റൽസ് എല്ലാം നന്നായിട്ടൊന്ന് നനഞ്ഞിരിക്കുകയാണ്. ഒന്ന് ഉണങ്ങാനായിട്ടൊന്ന് നിരത്തി വയ്ക്കാം. തുളസിയുടെ ഇതുപോലുള്ള 4 തണ്ട് കൊടുത്തിട്ടുണ്ട്. നമ്മളുണ്ടാക്കുന്നത് ഒരു ആയുർവേദിക് ഓയിലാണ്. ഇനി നമുക്ക് വേണ്ടത് ഒരു ചെറിയ ക്യാരറ്റ്, ഒരു 2 അല്ലി കർപ്പൂരം കൂടി നമുക്ക് ഇതിലേക്ക് ഉപയോഗിക്കാനായി മാറ്റി വയ്ക്കാം. ഒരു ബീറ്റ്റൂട്ടിൻ്റെ ഒരു ചെറിയ പീസും കൂടി നമുക്കെടുക്കാം. നമുക്ക് ഒരു ബ്യൂട്ടി ഓയിൽ, ആയുർവേദം ഉള്ള ഒരു ബ്യൂട്ടി ഓയിൽ നമുക്ക് തയ്യാറാക്കാം. അപ്പോൾ സാധനങ്ങളെല്ലാം റെഡി ആയിട്ടുണ്ട്. ക്യാരറ്റും ബീറ്റ്റൂട്ടും ഒന്ന് ചെറുതായിട്ട് കഴുകി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. റോസ് പെറ്റൽസും തുളസിയുടെ ലീഫും, തുളസി ലീഫും, പിന്നെ കർപ്പൂരവും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ഉപയോഗിക്കുന്ന കേരഫെഡിൻ്റെ കേര വെളിച്ചെണ്ണയാണ്. അപ്പോൾ വീട്ടിൽ ആട്ടിയ വെളിച്ചെണ്ണയുള്ളവർക്ക് അത് ഉപയോഗിക്കാം. അതാണ് ഏറ്റവും ശുദ്ധമായ വെളിച്ചെണ്ണ. അപ്പോൾ അങ്ങനത്തെ പ്യൂർ വെളിച്ചെണ്ണ കിട്ടുവാണെങ്കിൽ അതാണ് ഏറ്റവും ബെറ്റർ. നമുക്ക് ഇതൊന്ന് മിക്സിയിലിട്ടിട്ട് ഒന്ന് അരച്ചെടുക്കണം. മിക്സിയിൽ ഇതൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. കർപ്പൂരമുണ്ട്. നമുക്കിനി ഈ എണ്ണ ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഇതിനു വേണ്ടി ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിൽ നമുക്ക് ചൂടായി കഴിയുമ്പോൾ എണ്ണ ഒഴിച്ചു കൊടുക്കാം. പിന്നെ 1 കപ്പ് എണ്ണയാണ് നമുക്ക് കാച്ചേണ്ടത്. എണ്ണ നമുക്ക് ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മളിത് 1 മാസത്തേക്ക്, ഒരാൾക്ക് വേണ്ടിയിട്ട് 1 മാസത്തേക്ക് മുഖത്തും കൈകാലുകളിലും ബോഡിയിലും ഒക്കെ ഒന്ന് ചെറുതായിട്ട് ഇടയ്ക്കിടയ്ക്ക് ആഴ്ചയിൽ 2-3 ദിവസം തേച്ച് കൊടുക്കാൻ വേണ്ടിയുള്ള ഒരളവിലാണ് എടുക്കുന്നത്. അപ്പം ആവശ്യാനുസരണം ഇതിൻ്റെ അളവ് കൂട്ടി നമുക്ക് ഉണ്ടാക്കി വയ്ക്കാം. വീട്ടിൽ ഇപ്പോൾ 2-3 സ്ത്രീകളുണ്ടെങ്കിൽ അവർക്കെല്ലാം ഉപയോഗിക്കാൻ നല്ലതാണ്. നമ്മുടെ ശരീരത്തിലുള്ള ആ വരൾച്ച അങ്ങ് മാറിക്കിട്ടുകയും ചെയ്യും. ചെറിയൊരു കളറൊക്കെ വെച്ച് നമ്മുടെ ശരീരത്തിനൊരു ചെറിയ തിളക്കം ഉണ്ടാകുകയും ചെയ്യും. സ്കിന്നൊക്കെ നന്നായിട്ടൊന്ന് തിളങ്ങി കിട്ടും. വെളിച്ചെണ്ണ ഏകദേശം നന്നായിട്ടൊന്ന് തിളച്ച് വരുന്നുണ്ട്. നമുക്ക് ഈ അരച്ച് വെച്ചേക്കുന്നത് ഇതൊന്ന് അതിലേക്ക് ഇട്ട് കൊടുക്കാം. തീ ഒന്ന് കുറച്ച്
ഇളക്കി കൊടുക്കണം ഇടയ്ക്കിടയ്ക്ക്. നമ്മൾ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. ഇത് ഈ കർപ്പൂരം 2 കൂടി നമുക്കിതിലേക്കൊന്ന് ഇട്ടു കൊടുക്കാം. നമ്മൾ ആ ചേർത്ത സാധനങ്ങളുടെ എല്ലാം ജലാംശം വറ്റുന്നത് വരെ, ജലാംശം വറ്റിയത് ആവിയായി പോകുന്നത് വരെ നമ്മൾ ഈ എണ്ണയൊന്ന് ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. കാരണം എണ്ണയിൽ ഒരല്പമെങ്കിലും ജലാംശം വരുന്നാലത് കേടായിപ്പോവും. കുറച്ച് ദിവസം ഇരുന്ന് കഴിയുമ്പോൾ കേടായിപ്പോവും. ഇല്ലെങ്കിൽ ഇത് 1 വർഷം വരെ, നമുക്ക് കുറേ അധികം ഉണ്ടാക്കി വെച്ചാൽ 1 വർഷം വരെയൊക്കെ കേടുകൂടാതെ, അല്പം പോലും കനപ്പുണ്ടാവാതെ നല്ല ഇതായിട്ട് നല്ല ഫ്രഷായിട്ട് തന്നെ ഇരുന്നോളും. തണുപ്പിച്ച് കണ്ടെയ്നറിനുള്ളിൽ അടച്ചു വെച്ചാൽ മതി. ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് മുഖത്തിനും ശരീരത്തിനും മാത്രം പുരട്ടുന്ന ഓയിലാണ്. ഇത് തലയിലൊന്നും ഉപയോഗിക്കുന്നതല്ല. ഏകദേശം എണ്ണ പാകമായി കഴിഞ്ഞു. ഇതിനെ തിളപ്പിച്ച് അരിച്ചിട്ട് നമുക്ക് കണ്ടെയ്നറിലേക്ക് മാറ്റിയെടുക്കാം. എണ്ണ നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. അത് നമുക്കൊരു കണ്ടെയ്നറിലോട്ട് മാറ്റി വയ്ക്കാം. ഈ കണ്ടെയ്നറിലോട്ട് നമുക്കിത് ഒഴിച്ച് വയ്ക്കാം. ഓയിൽ കണ്ടെയ്നറിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ഇരിക്കും ഓയിൽ. ഇത് ഒരു ബ്യൂട്ടി ഓയിലെന്ന് വേണമെങ്കിലും പറയാം, ആയുർവേദിക് ഓയിലെന്ന് പറയാം. കുളിക്കുന്നതിന് കുറച്ച് നേരം മുന്നേ നമുക്കിത് ശരീരത്തും മുഖത്തും ഒക്കെ ഒന്ന് തേച്ച് പിടിപ്പിച്ചിട്ട് 10 മിനിറ്റിന് ശേഷം കുളിച്ച് കഴിഞ്ഞാൽ സ്കിന്നിന് നല്ലൊരു തിളക്കമൊക്കെ കിട്ടും. അത് നന്നായിരിക്കും. ഇനിയൊന്ന് മുഖമൊക്കെ ഒന്ന് മസാജ് ചെയ്ത്, കഴുത്തൊക്കെ ഒന്ന് മസാജ് ചെയ്ത് നമുക്ക് കൊടുക്കാം. ബോഡിയിൽ മൊത്തം അപ്ലൈ ചെയ്യാം. മുടിയിൽ അപ്ലൈ ചെയ്യുന്ന ഓയിലല്ലിത്, ബോഡിയിൽ അപ്ലൈ ചെയ്യുന്ന ഓയിലാണ്. പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ കൈകളിലും കാൽപാദങ്ങളിലും ഒക്കെ നമുക്കിതിന് നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കുറേ ഡ്രൈനെസ് മാറിക്കിട്ടും. ശരീരത്തിലൊരു നല്ല ഒരു തിളക്കം കിട്ടും. ഡെയിലി അപ്ലൈ ചെയ്യണം. ഡെയിലി ഇല്ലെങ്കിൽ ആഴ്ചയിൽ 3 ദിവസമെങ്കിലും നമ്മൾ നന്നായിട്ട് തന്നെ അപ്ലൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ സ്കിന്നിൻ്റെ കുറച്ച് ചുളിവുകളൊക്കെ മാറിക്കിട്ടും. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു ഓയിൽ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു.